ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസബ്ദുൽ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. ഓക്കേടാ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് ടോക്കൺസ്. പരീക്ഷയ്ക്ക് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടോക്കൺസ്. എന്താണ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കും എന്താ ടോക്കൺസ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കും എന്താ ടോക്കൺസ്. ടോക്കൺസ് മേലെ എത്ര ടൈപ്സ്? ടോക്കൺസിന്റെ മറ്റൊരു പേരെന്താണ്? ലെക്സിക്കൽ യൂണിറ്റ്. ടോക്കൺസ് എത്ര ടൈപ്സ് ഉണ്ട്? 5 ടൈപ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കീവേഡ്സ്, സെക്കൻഡ് വൺ ഈസ് ഐഡന്റിഫയേഴ്സ്, തേർഡ് വൺ ഈസ് ലിറ്ററൽസ്, ദെൻ പങ്ക്ച്വേറ്റേഴ്സ്, ലാസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ലാസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റേഴ്സ് അല്ലേ. അപ്പൊ ഇതാണ് നമുക്ക് ടോക്കൺസ് പറഞ്ഞല്ലേ. അപ്പൊ ടോക്കൺസിന്റെ ഫസ്റ്റ് ആണ് നമുക്ക് കീവേഡ്സ്. എന്താണ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ? കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കമ്പൈലറിന് ഒരു സ്പെസിഫിക് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് വേർഡ്സുകളാണ് എന്താ കീവേഡ്സുകൾ. അപ്പോൾ 48 കീവേഡ്സുകൾ എവിടെയുണ്ട്? നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ. അപ്പൊ ഈ കീവേഡ്സിന്റെ മറ്റൊരു പേരെന്താണ്? റിസർവ്ഡ് വേർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്? ഐഡന്റിഫയേഴ്സ്. എന്താണ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ? ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെമ്മറി ലൊക്കേഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, ക്ലാസ് ഇതിന് കൊടുക്കുന്ന ഒരു യൂസർ ഡിഫൈൻ വേർഡ് ആണെന്ത്? ഐഡന്റിഫയേഴ്സ്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു മെമ്മറി ലൊക്കേഷൻ എടുക്കുന്ന ഒരു യൂസർ ഡിഫൈൻ നെയിം ആണെന്ത്? വേരിയബിൾസ്. അഥവാ യൂസർ ഡിഫൈൻഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന എന്തിനു കൊടുക്കുന്ന ഒരു യൂസർ ഡിഫൈൻ നെയിം ആണെന്ത്? ഐഡന്റിഫയേഴ്സ്. അപ്പോൾ ഐഡന്റിഫയർ ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല, അതിന് കുറച്ച് റൂൾസുകളുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയർ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ഉണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് റൂൾസ് പറയുന്നതാണ്? പിന്നെന്തൊക്കെയാണ്? ഒരു ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ആൽഫബറ്റിക്കലോ അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ്, വൈറ്റ് സ്പേസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ എവിടെ അലൗഡ് അല്ല, ഐഡന്റിഫയേഴ്സ് അലൗഡ് അല്ല. നെക്സ്റ്റ്, കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർ യൂസ് ചെയ്യത്തില്ല. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ C++ലെ ഐഡന്റിഫയേഴ്സ് നമുക്ക് എന്താണ്? കേസ് സെൻസിറ്റീവ് ആണ്. അഥവാ C++ കേസ് സെൻസിറ്റീവ് ആണ്. സോ ഐഡന്റിഫയേഴ്സും കേസ് സെൻസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് നമുക്ക് ലിറ്ററൽസ്. എന്താണ് ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ഐറ്റം അതിന്റെ വാല്യൂ എന്താണ്? ഒരിക്കലും റൺ ടൈമിൽ ചേഞ്ച് ആകുന്നില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ. ലിറ്ററൽസിന്റെ മറ്റൊരു പേരെന്താണ്? കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസ് എത്ര ടൈപ്സ് ഉണ്ട്? 4 ടൈപ്സേക്കാണ്. ഇൻഡിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ക്യാരക്ടർ, സ്ട്രിങ്. എന്താണ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ? ഇൻഡിജർ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ്, ഫ്രാക്ഷണൽ പാർട്ട് അല്ലാത്ത നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഡിജർ ലെറ്റർ എന്ന് പറഞ്ഞാൽ. ഫ്ലോട്ടിംഗ് പോയിന്റ് ലെറ്റർ എന്നാണ് മക്കളെ ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ. ഫ്ലോട്ടിംഗ് പോയിന്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്താ നമുക്ക്? ക്യാരക്ടർ ലെറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾ കോഡ്സിൽ സിംഗിൾ ക്യാരക്ടർ വരുന്ന എന്താ? ക്യാരക്ടർ എന്നാണ് ക്യാരക്ടർ ലെറ്റർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിംഗിൾ കോഡ്സിൽ A, സിംഗിൾ കോഡ്സിൽ 1, ഇതൊക്കെ എന്താണ്? ക്യാരക്ടർ ലെറ്റർ ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കുക, എന്താണ് സ്ട്രിംഗ് ലെറ്റർ എന്ന് പറഞ്ഞാൽ? ആ ഡബിൾ കോഡ്സ് എന്നാണ്. ഡബിൾ കോഡ്സിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് 1 ഓർ മോർ ക്യാരക്ടേഴ്സ് വരുന്നത് നമുക്ക് എന്താ? സ്ട്രിംഗ് ലെറ്റർ കേട്ടോ. അപ്പൊ ഡബിൾ കോഡ്സിലാണെങ്കിൽ 1 ഓർ മോർ ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രിംഗ് ലെറ്ററിൽ. അതാണ് സ്ട്രിംഗ് ലെറ്ററിൽ. ഓക്കെ, ക്ലിയർ? സ്ട്രിംഗ് ലെറ്റർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമുക്ക് പങ്ക്ച്വേറ്റേഴ്സ്. നമുക്ക് എന്താണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കമ്പൈലറിന് സിൻറ്റാറ്റിക് ആയിട്ട് സെമാൻറ്റിക് ആയിട്ട് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന വേർഡ്സുകളാണ് നമുക്ക് എന്ത്? പങ്ക്ച്വേറ്റേഴ്സ്. ഓക്കെ, സിൻറ്റാറ്റിക് ആയിട്ട് സെമാൻറ്റിക് ആയിട്ട് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ സിമ്പിൾസുകളാണ് എന്താ? പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ഹാഷ്, സെമിക്കോളൻ, സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ് എക്സാമ്പിൾസ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ സ്പെസിഫിക് ഓപ്പറേഷനെ കുറിച്ച് കമ്പൈലറിനോടാണെങ്കിൽ പറയുന്ന സിമ്പിൾസുകളാണ് നമുക്ക് എന്ത്? ഓപ്പറേറ്റേഴ്സ്. അതിൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? നമ്മൾ ഇത്രയാണ് ടോക്കൺസ്. ഓക്കെ അല്ലേ? അപ്പോൾ ടോക്കൺസ് 5 ടൈപ്സ് ഇത്രയും പഠിച്ചേക്കുക. ഇത് മിക്കവാറും എന്താണ് 5 മാർക്കിന്റെ essay ആയിട്ട് വരാറുണ്ട്. സോ നമുക്കിത് പഠിക്കണം. ഓക്കെ, ബൈ, സീ യു.